കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് കെ മുരളീധരൻ എം പി. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ആലോചനയ്ക്ക് തയ്യാറാവണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ വടകരയിൽ തന്നെ മത്സരിക്കും. തരൂർ തരംഗമില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു. 24-ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾക്കു കാരണം കൂടിയാലോചന ഇല്ലാത്തതാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അത് പരിഹരിച്ച് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ തയ്യാറാകണമെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവും ഒക്കെ അവരുടെ ലീഡർഷിപ്പിൽ മറ്റെല്ലാ സീനിയർ നേതാക്കന്മാർ, ഇപ്പോൾ മുൻ പ്രസിഡന്റുമാരുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള കുറേ നേതാക്കന്മാർ, അവരൊക്കെ ആയിട്ടൊരു കൂടിയാലോചനയിലൂടെ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഇട്ട് മുന്നോട്ട് നീങ്ങിയാൽ, ഞാൻ പറയുന്നത് പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ വിജയത്തിനെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല, പക്ഷേ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാവും. തരൂർ തരംഗം കോൺഗ്രസിലില്ല. കോൺഗ്രസ് തലപ്പത്തിരിക്കാൻ അദ്ദേഹം പറ്റില്ലെന്ന് നിലപാടാണ് ഞാൻ എടുത്തത്. കാരണം മെയ്വഴക്കമില്ല. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനെ അത് പറ്റൂ എന്നും തുറന്നടിച്ചു കെ മുരളീധരൻ. കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലൊരു മെയ്വഴക്കം ഉണ്ടാവണം, പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരനാകണം. അങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറ്റില്ല. പക്ഷേ വർക്കിംഗ് കമ്മിറ്റി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ സേവനവും കഴിവും പ്രയോജനപ്പെടുത്തുക, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു തരംഗവുമില്ല. പോലീസിനെയും അതിരൂക്ഷമായാണ് കെ മുരളീധരൻ അഭിമുഖത്തിൽ വിമർശിച്ചത്. പോലീസ് ഇത്രയും മോശമായ സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ഭരണകക്ഷി MLAക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പോലീസ് പൂർണ്ണമായിട്ടും കൺട്രോൾ വിട്ടുപോയി. ഇനി നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായി UDF തിരിച്ചു വന്നാലും ഈ സെറ്റപ്പിൻ്റെ ഒരു റിയാക്ഷൻ ഒന്നുണ്ടാവും. ഞാൻ പോലീസിൻ്റെ പോക്ക് ഇത്രയും അതപ്പതിച്ചൊരു കാലം ഉണ്ടായില്ല. 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കാരണമായ ദൃശ്യങ്ങൾ 24 സംപ്രേഷണം ചെയ്തുകൊണ്ടാണെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. അത് എറിഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ കേസ് കോടതിയിൽ പോയി, വധശ്രമത്തിന് കേസെടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ കാസറ്റാണ് കാണിച്ചു കൊടുത്തത്. ദൂരെ നിന്ന് ഷൂ എറിഞ്ഞാൽ എങ്ങനെയാണ് വധശ്രമാവുക? അവർക്ക് ജാമ്യം കിട്ടി. ആ ദേഷ്യം നിങ്ങളോട് തീർത്താം. ക്യാമറമാൻമാരായ പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദരനുമൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.